ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വളരെ ആവേശകരമായുള്ള ഒരു ട്രെയിലർ നമ്മൾ കണ്ടു. ഒരു 1 hour മുമ്പായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വിടുതലെ പാർട്ട് 2. വളരെയധികം ആവേശമായി. കാരണം ആ ട്രെയിലർ കണ്ടപ്പോൾ നമ്മളൊരു സ്ലോ ഡൗൺ ഒന്നും ഇല്ലാതെ തുടങ്ങി തന്നെ തിരികൊളുത്തി പോലാണ്. അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ശരിക്കും ഈ പടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പാർട്ട് 1 നമ്മുടെ സൂരി എങ്ങനെയാണ് വാദ്യാറുമായിട്ട് കണക്ട് ചെയ്യുന്നു, വാദ്യാർ എന്ന വ്യക്തിയിലേക്ക് എത്തിപ്പെടുന്നു, വാദ്യയുടെ റെവല്യൂഷൻസ് എന്താണ്, അവിടേക്ക് എത്തുന്ന ഒരു രീതിയായിരുന്നു ഇത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ വാദ്യാർ എന്ന വ്യക്തി എങ്ങനെ റെവല്യൂഷനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് വിപ്ലവകരായി മാറുന്നത്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് തന്നെയാണ് ഈ ട്രെയിലറിൽ മൊത്തം നമ്മൾ കാണിച്ചിരിക്കുന്നത്. വാദ്യാർ എന്താ, ആരാണ് വാദ്യാർ, ഹുയിസ് വാദ്യാർ, അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെയാണ് അതിന് ഇൻഡെപ്ത് ആയിട്ടുള്ള ഇതിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എല്ലാം വന്നിട്ട് എങ്ങനെയായി ഇയാൾ ഇത്ര വലിയൊരു പോപ്പുലാരിറ്റി എത്തി, അതിന്റെ ആവശ്യകത എന്തൊക്കെയായിരുന്നു, അതൊക്കെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതിലൊരു ചെറിയൊരു പാർട്ട് ഞാൻ ഈ ട്രെയിലർ കണ്ടൊരു ചെറിയൊരു മിന്നായം പോലെ നമ്മുടെ ലെഫ്റ്റിന്റെ ഒരു ഫ്ലാഗ് എല്ലാം കണ്ടു. അപ്പൊ അതൊക്കെ തന്നെ ആയിരിക്കും ഇതിന്റെ മെയിൻ പരിപാടി എന്ന് വിശ്വസിക്കുന്നത്. കാരണം ഒരു റെവല്യൂഷൻ ആയിരിക്കും ഉദ്ദേശിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് സിനിമ ഉണ്ടല്ലോ, ആ ഒരു ജാതി മതം ഇങ്ങനെ തൊട്ടുകൂടെ അങ്ങനെ തീണ്ടല് അങ്ങനെ കണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. കാരണം അവിടെ ഇത്തരം സിനിമകൾ പണ്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ സിനിമസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റവല്യൂഷനെ പറ്റി ഒരു രാഷ്ട്രീയത്തിൽ വെച്ചിട്ട് തൊട്ടുള്ള മതം തീണ്ടാല് അങ്ങനെയുള്ള അങ്ങനെ ഡിസ്ക്രിമിനേഷൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ തന്നെയായിരിക്കും ഇതിലും കാണിക്കുന്നത്. പക്ഷെ അത് കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. തമിഴ് കൾച്ചറുമായി കണക്ട് ചെയ്തിട്ട് തമിഴ് സംസ്കാരത്തിന്റെ തമിഴിന്റെ ആ ഒരു പശ്ചാത്തലം വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ഇത് ചെയ്യുന്ന ഡയറക്ടർ വളരെ എന്താ പറയാ പ്രഗത്ഭനായ ഒരു ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തിന് വെற்றிമാരൻ പാർട്ട് 2 അടിച്ച് പൊളിച്ച് നമ്മുടെ സിനിമ ഒരു രസമുള്ളതാക്കിയത്. എന്നാലും സെക്കൻഡ് പാർട്ടിൽ ഈ വാദ്യാറിന്റെ അഴിഞ്ഞാട്ടം ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വാദ്യാർ ചെയ്യുന്ന നമ്മുടെ മക്കൾ സെലവും വിജയ് സേതുപതി. പിന്നെ അതിൽ വേറെ കുറെ നല്ല എടുത്തു പറയേണ്ട കുറെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ മഞ്ജു വാര്യർ ഭാര്യയായിട്ട് അഭിനയിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൂരി നായകനാണ്, സൂര്യാണ് ഇതിന്റെ നായകൻ, പ്രതിനായകനായിട്ടാണ് വിജയ് സേതുപതി വരുന്നത്. പിന്നെ ഇതില് ഭവാനി ശ്രീ വരുന്നുണ്ട്, സൂര്യ സേതുപതി, അങ്ങനെ കുറച്ച് ആളുകൾ വേണ്ടി. ഇയാളുടെ മോനാണ് തോന്നുന്നു സൂര്യ സേതുപതി പറഞ്ഞത്, അത് വിജയ് സേതുപതിയുടെ മോൻ തന്നെയാണ്. പിന്നെ ഗൗതം വാസുദേവൻ മേനോൻ വരുന്നുണ്ട്. പിന്നെ തമിഴ് പറഞ്ഞൊരു ആക്ടേഴ്സ് നമുക്കറിയാം, നമ്മുടെ ജയ് ഭീമിലൊക്കെ പോലീസുകാരനായിട്ടൊക്കെ ചെയ്തില്ലേ, അദ്ദേഹം. പിന്നെ അട്ടകത്തി ദിനേശ് പറഞ്ഞ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ, നമ്മുടെ റബ്ബർ പന്ത് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് വന്നിട്ട് ഒരു മെഗാ ഹിറ്റ് അടിച്ച് പോയ സിനിമ, അതിന്റെ അതിൽ നായകനായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം മൂന്നാർ രമേശ് ഉണ്ട്, പിന്നെ പ്രകാശ് രാജ് ഉണ്ട്, പിന്നെ കിഷോറിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കി, അദ്ദേഹം എടുത്ത സിനിമകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. അത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള സിനിമയുമായിരിക്കും. അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോൾ കിഷോർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ, നമ്മുടെ കണ്ണൂർ സ്കോഡിലെ ഏറ്റവും വലിയ മറ്റേ ഈ നമ്മുടെ മമ്മൂട്ടിനൊക്കെ ചീത്ത പറയുന്ന ഒരാളില്ലേ തമിഴിൽ വന്നിട്ട് ക്യാരക്ടർ, ചൂടൻ എന്ന് പറഞ്ഞിട്ട്, അത് ആ ക്യാരക്ടർ ചെയ്ത വ്യക്തി. പിന്നെ അതിനുശേഷം വരുന്ന അനുരാഗ് കാശ്യപ്, അതാണ് അതിന്റെ പേര്. അദ്ദേഹം ഹിന്ദിയിലെ ഒരു പ്രഗത്ഭനായ ഡയറക്ടറാണ്. അതായാലും ഇപ്പൊ കുറച്ചെല്ലാം ഇപ്പൊ തമിഴിലൊക്കെ അഭിനയിച്ച് വരുന്നുണ്ട് സിനിമകളിൽ. അടുത്ത വന്നിട്ട് മഹാരാജയിൽ പോലും ഇദ്ദേഹമായിരുന്നു അഭിനയിച്ച് വില്ലനായിട്ട്. വളരെ വ്യത്യസ്തമായുള്ള ഒരു ആക്ടറാണ്. പിന്നെ ബാലാജി ശക്തിവേലുണ്ട്, ശരവണ സുബയ്യ ഉണ്ട്, പിന്നെ ഇളവരസു ഉണ്ട്, പനവേൽ നാഗവേന്ദ്രൻ ഉണ്ട്, പിന്നെ ചേട്ടൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നല്ല പ്രഗത്ഭരായ ആക്ടേഴ്സ് എന്നതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് നോക്കുകയാണെങ്കിൽ സിനിമ വളരെയധികം വലുതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വളരെ വലിയ സിനിമയായിരിക്കും. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം പെർഫോം ചെയ്യാനുള്ള ആളുകളുണ്ട്. പ്രകാശ് രാജ്, കിഷോർ പോലുള്ള ആളുകൾക്ക് ഉണ്ട് വരുമ്പോൾ തന്നെ, അനുരാഗ് കശ്യപ് ഒക്കെ ഉണ്ട് വരുമ്പോൾ തന്നെ പെർഫോമൻസ് കൂടുതൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ എന്താ പറയാ നമ്മുടെ വാദിയാറിന്റെ അഴിഞ്ഞാട്ടം ആയിരിക്കും ഈ സിനിമ എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ സിനിമ റിലീസ് ചെയ്യുന്നത് 20/12/2024. എന്നാലും ഈ വർഷത്തെ അവസാനത്തെ വെടിക്കെട്ടായിരിക്കും സിനിമ തമിഴിൽ നിന്ന് വരാൻ പോകുന്നത് വിശ്വസിക്കുന്നു. കുറെ വെടിക്കെട്ട് വന്നു. നമ്മുടെ പറയാൻ പറ്റിയ ഒരു വെടിക്കെട്ടല്ലത്, ഒന്ന് ചീറ്റിപ്പോയ വെടിക്കെട്ടായിരുന്നു കഴിഞ്ഞ മാസമൊക്കെ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ കങ്കുവ. അപ്പൊ അതൊന്നും അല്ലാതെ ഒരു നല്ലൊരു സിനിമ വരാനായിട്ട് സമയം കുറെ രാവിലെ വന്നിട്ടില്ല. എന്തായാലും കുറെ പൊട്ടിപ്പോയി പടങ്ങൾ നിന്ന് തമിഴ് സിനിമ ഒന്നുകൂടി വെക്കപ്പ് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. അന്നേരം ലെബർ പന്നാണ് കുറച്ചു കാലമായിട്ട് അവരുടെ ഓടി സിനിമ എന്ന് പറഞ്ഞ തമിഴില്. പക്ഷെ അധികം പബ്ലിസിറ്റി ഒന്നും ഇല്ല. പക്ഷെ എന്നാലും നല്ല സിനിമയായിരുന്നു. എന്തായാലും ഇനി എന്തായാലും 2024 എൻഡോടുകൂടി ഒരു നല്ലൊരു സിനിമ തുടങ്ങാനായിട്ട് തമിഴ് സിനിമയ്ക്ക് കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. കാരണം കുറെ ആയിട്ട് സിനിമ നല്ലതൊന്നുമില്ല. അപ്പൊ എന്തായാലും വെട്ടിമാരൻ തന്നെ അതിനുള്ളൊരു തിരിയും കൂടി കൊടുത്തിട്ട് എന്തായാലും ഓൾ ദി ബെസ്റ്റ്.